തൃപ്പൂണിത്തുറയിൽ ഒരു 15കാരൻ ആത്മഹത്യ ചെയ്തു. ഒരു ഫ്ലാറ്റിൻ്റെ 26ാമത്തെ നിലയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുകയാണ്. ആ കുഞ്ഞിൻ്റെ മരണം എന്തുകൊണ്ടാണ് ഇവൻ ആത്മഹത്യ ചെയ്തത് എന്ന് ആ വീട്ടുകാർ മനസ്സിലാക്കി. അതാണ് വളരെ ഒരു ദാരുണമായ സംഭവങ്ങളിലേക്കാണ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വഴിപഴിച്ച് പോകുന്നത്. എങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കുള്ളൂ. ഈ കുട്ടിയൊന്നും ചെയ്തല്ല. അവനെ ഒരു 3 മാസം മുമ്പ് ഒരു പുതിയ സ്കൂളിൽ ചേർന്നു. സ്കൂളിൻ്റെ പേരൊന്നും പറയുന്നില്ല, അത് വേണ്ട, കാരണം ആ സ്കൂളിൻ്റെ കുഴപ്പമല്ലത്. പക്ഷേ അവിടുത്തെ അധ്യാപകരുടെയും അതുപോലെ തന്നെ അവിടെ പഠിക്കുന്ന മറ്റ് വിദ്യാർത്ഥികളുടെയും രക്ഷാകർത്താക്കളുടെയും ബാധ്യതയാണ് അത്. അവരുടെ കാര്യം അതിനെ ഒരു ഗ്യാങ് ആയിട്ട് ഒരു ഫോം ചെയ്തിട്ട് ആളുകൾ കുറച്ച് കുട്ടികൾ അവനെ സ്കൂളിൽ വെച്ച് പീഡിപ്പിക്കുക, ശാരീരികമായിട്ടും അല്ലാതെയും മാനസികമായിട്ടും പീഡിപ്പിക്കുക, ബസ്സിലൊക്കെ വെച്ചൊക്കെ അവനെ ഒരുപാട് ഉപദ്രവിക്കുക. ഈ കുഞ്ഞിന് വേറെ ഒരു മാർഗ്ഗമില്ലാതെ വന്നു. 15 വയസ്സുകാരനാണ്, അവന് താങ്ങാൻ പറ്റത്തില്ലത്. ഇവിടെ 15 വയസ്സുകാരൻ വേറെ തന്നെ കുത്തുന്നതുകൊണ്ട് നമുക്ക് കാണാം, പക്ഷേ അങ്ങനെയല്ലത്. ഈ കുഞ്ഞ് മര്യാദക്കാരനായിരുന്നു, അവന് താങ്ങാൻ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല. അവനെക്കൊണ്ട് ചെയ്യിപ്പിച്ച പണികളൊന്ന് പറഞ്ഞു നോക്കണം. അവനെ വാഷ്റൂമിൽ കൊണ്ടുപോയിട്ട് അവനെക്കൊണ്ട് ക്ലോസറ്റ് നക്കിപ്പിക്കുക. ഇത് അവനെ ഈ കഴുത്തിന് പിടിച്ച് ആ കുത്തി ചെയ്യുകയാണ്. അവന്മാർ വലിയ ക്രിമിനൽ ഗ്ലാങ് ഉണ്ട്. എന്നിട്ട് മുഖം പിടിച്ച് ക്ലോസറ്റിനകത്ത് വെച്ചിട്ട് ഫ്ലഷ് ചെയ്യുക. നമുക്കൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു മനുഷ്യന് ആ കുഞ്ഞിന് പിന്നെ ജീവിച്ചിരിക്കാൻ ഒരു നിവൃത്തിയില്ല. പക്ഷേ അവനവൻ്റെ വീട്ടിലെങ്കിലും ഇത് പറയാമായിരുന്നു, അല്ലെങ്കിൽ അവന് പോലീസിൽ പരാതിപ്പെടാമായിരുന്നു. അത് ആ കുഞ്ഞ് ചെയ്തില്ല. അതാണ് അവൻ ചെയ്ത തെറ്റ്. കാരണം അവൻ അതിനുള്ള ആ മെച്യൂരിറ്റി ഓഫ് മൈൻഡേ ഉള്ളൂ. 15 വയസ്സുകാരനല്ലേ, അവൻ എന്ത് ചെയ്യും? അവനിത് പുറത്ത് പോലും പറയാൻ പറ്റുന്നില്ല. ആ രീതിയിൽ ആ കുഞ്ഞ് അത്രത്തോളം വലിയ മാനസിക സംഘർഷത്തിൽ അവൻ തീരുമാനമെടുത്തു ആത്മഹത്യ ചെയ്യുക. അതേ ഉള്ളൂ. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെന്ന് നമ്മൾ പരസ്യം കാണും. പക്ഷേ അത് ആ കുഞ്ഞിനറിയില്ലല്ലോ. ആത്മഹത്യ അവൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ അവൻ നിർബന്ധിതനായി. അതിൻ്റെ കാരണം എന്താണ്? ഇതേപോലെ അസാൻമാർഗീയമായ പ്രവർത്തികൾ നടത്തുന്ന അവൻ്റെ കൂട്ടുകാർ, അതായത് അവിടെ ഒരു ക്രിമിനൽ ഗ്യാങ് ഉണ്ടായി ആ സ്കൂളിൽ. അത് ആ രക്ഷാകർത്താക്കൾ കണ്ടുപിടിക്കണം. കാരണം അല്ലെ നിൻ്റെയൊക്കെ മക്കളുണ്ടല്ലോ ഇതുപോലെ പിഴച്ചു പോയിട്ട് വല്ലവനെയൊക്കെ കൊല്ലിക്കും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു കുഞ്ഞിൻ്റെ ഇത് യഥാർത്ഥ ആത്മഹത്യ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇതിനെ കുറേ കൂട്ടം കൂടി ഒരു ഗ്യാങ്ങായിട്ടുള്ള ആളുകൾ ചേർന്നിട്ട് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതല്ലേ. കാരണം അവന് ജീവിച്ചിരിക്കാൻ വേറെ മാർഗ്ഗമില്ല, നിർവാഹമില്ല. അത് കണ്ട് നമുക്ക് സഹിക്കാൻ പറ്റുന്നൊരു വാർത്തയല്ല ആ കണ്ടത്. ഇപ്പം നമ്മുടെയൊക്കെ ഈ സമൂഹം എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് നോക്കിക്കോളൂ. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ ഒരു വാചകം കേട്ടത്. കേരളത്തിൽ അങ്ങനെ കൊലപാതകം വല്ലപ്പോഴും അത്യാവശ്യമുള്ള 1-2 കൊലപാതകങ്ങളാണ് ഡെയിലി നടക്കുന്നതെന്ന് കേട്ടോ. അത്യാവശ്യമുള്ള കൊലപാതകം ഇത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഈ കൊലപാതകം അത്യാവശ്യത്തിനുള്ള കൊലപാതകം മാത്രമേ നടക്കുന്നുള്ളൂ, അല്ലാതെ ഇവിടെ കൊലപാതകങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നു. ഇവിടെ ഉള്ളതുപോലെ ക്രൈം വേറെ എങ്ങും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവിടെ 100% സാക്ഷരതയെന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്ന നമ്മുടെ ആളുകളില്ലേ, നമ്മളെല്ലാം കുറ്റക്കാരല്ലേ ഇതിന്. ഇവിടെ നടക്കുന്ന ക്രൈംസ് ഇന്ന് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. എന്തുമാത്രം ക്രൂരതകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ആളുകളോട് ഇങ്ങനെ പെരുമാറാൻ പറ്റുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഇന്ന് ഒരു ഡിസ്കഷനിൽ ഞാൻ പങ്കെടുത്തപ്പോൾ അതിനകത്ത് വന്നത് ഒരാശയം ഒരാൾ പറഞ്ഞതാണ്. ഒരു സിനിമ കാര്യം ഏത് സിനിമയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അത് പറയാൻ പറ്റുന്നില്ല. ആ സിനിമയ്ക്ക് ഭയങ്കര തിരക്കാണ് ആളുകൾ കാണാൻ കേട്ടോ. അതിനകത്ത് ഇത്രയും വയലൻസ് കാണിച്ചേക്കുന്ന ഒന്നുമില്ല. ഞാനത് കണ്ടിട്ടില്ല, കാണാൻ എനിക്ക് ആഗ്രഹവും ഇല്ല. ഏതായാലും ഇത് പറയുന്നത് കേട്ട് ഇത്രയും വയലൻസ് ഇതുപോലെ കാണിക്കുക, അത് ചിലപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഇത് കാണാൻ ഒരുപാട് തിരക്കാണെന്ന്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ യുവാക്കളുടെ തിരക്കാണ് തിയേറ്ററിൽ, കാരണം ഇത് കാണാൻ. അപ്പോൾ ഈ ആൾക്ക് ഈ ക്രൈംസൊക്കെ കാണുക എന്ന് പറയുന്നത് ഒരു വലിയ ത്രില്ലാണ്. അത് നമ്മൾക്ക് ചിന്തിക്കാവുന്ന കാര്യമാണ്. ഒരുത്തൻ റോഡിൽ വണ്ടി ഇടിച്ച് കിടന്ന് പിടയ്ക്കുന്നത് കണ്ടാലുണ്ടല്ലോ, അവിടെ നിന്ന് അതിൻ്റെ ഫോട്ടോ എടുക്കും, വീഡിയോ എടുക്കും. പക്ഷേ അവനെ ഒന്നും പിടിക്കാൻ പോകത്തില്ല, ഒരിക്കലും ചെയ്തില്ല. അത് ആ രീതിയിലല്ല നമ്മുടെ സമൂഹം ആ രീതിയിൽ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മുടെ സമൂഹത്തിൻ്റെ ഈ മനസ്ഥിതി ഒന്നും മാറിയില്ലെങ്കിൽ ഇവിടെ ക്രൈംസ് ഒരുപാട് കൂടും. ഓരോ രക്ഷാകർത്താക്കളും ഈ കുഞ്ഞുങ്ങളോട്, അതായത് ഈ സ്കൂളിൽ പോകുന്ന അവന്മാർ ഈ ഗ്യാങ് ആയിട്ട് വന്ന് ഈ കുഞ്ഞിനെ അറ്റാക്ക് ചെയ്തവന്മാരുണ്ടല്ലോ, അവന്മാർ യഥാർത്ഥത്തിൽ എന്താണെന്നറിയോ, അവന്മാർ കൂട്ടം കൂടിയപ്പോൾ അവന്മാരും വഴിതെറ്റിപ്പോയതാണ്. അവരും വഴിതെറ്റിപ്പോയ ആളുകൾ തന്നെയാണ്. അവർ നേരെ കൊണ്ടുവന്നില്ലെങ്കിൽ
അവർ വലിയ ക്രിമിനൽസായിട്ട് അവർ മാറും. അത് ഈ രക്ഷാകർത്താക്കൾ ആ സ്കൂളിലെ ഏതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ആ രക്ഷാകർത്താക്കൾ അത് അന്വേഷിച്ച് എൻ്റെ കുഞ്ഞിതിലുണ്ടോ, എൻ്റെ മോൻ ഇതിനകത്തുണ്ടോ, ഈ ഗ്യാങ്ങിലുണ്ടോ, ഉണ്ടെങ്കിൽ അവനെ അതിൽ നിന്ന് മാറ്റണം. ആ രീതിയിൽ ശ്രമിച്ചില്ലെങ്കിൽ വളരെ വലിയ അനന്തരഫലങ്ങൾ വീണ്ടും ഉണ്ടാവും. നിങ്ങൾ ഒരുപാട് അനുഭവിക്കേണ്ടതായിട്ട് വരും. ശ്രദ്ധിക്കുക.